ഹായ് ഓൾ അസ്സാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ ഞാൻ ഈ ഒരു ഡ്രസ് കോഡ് എൻ്റെ വീഡിയോ ഇട്ട ടൈമിൽ അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കേട്ടോ. ഞാൻ അതിൽ യൂസ് ചെയ്ത സെയിം മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു വയസ്സായ മോൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ തയ്ക്കണത്. സാധാരണയായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിൽ നിന്നും ഇതിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ യോക്ക് പാർട്ടിൽ കറക്റ്റ് അളവല്ല കൊടുക്കുന്നത്. ആ ഒരു വ്യത്യാസമുള്ളൂ ഇതിൽ വരുന്നത്. ഇപ്പോൾ യോക്ക് ഒരു വയസ്സായ മോൾക്ക് വേണ്ടത് 7.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ എത്ര വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് 4.5 ഇഞ്ച് മതി. അപ്പോൾ ഞാൻ ഒരു അര ഇഞ്ച് സ്റ്റിച്ചിങ് ലെങ്ത്തും കൂടെ കൂട്ടിയിട്ട് അങ്ങനെ 5 ഇഞ്ചാണ് ഞാനിതിൽ കൊടുത്തിട്ടുള്ളത്. ഓരോ കുട്ടികൾക്കും ഓരോ അളവായിരിക്കും അല്ലേ. എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ തടിയുള്ള കുട്ടികളുണ്ടാവും, മെലിഞ്ഞിട്ടുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അളവായിരിക്കും. ഇപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ആമഹോൾ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ താഴ്ഭാഗത്ത് ഒരു 2 ഇഞ്ച് എടുക്കുക. 2 ഇഞ്ച് എടുത്ത് അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള അളവുകളൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ ഓരോ അളവും കാണിക്കുന്നുണ്ട്. വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ സൈഡിലൊന്ന് എഴുതിയിട്ടും കൊടുക്കാം കേട്ടോ. ഫ്രണ്ടിനും ബാക്കിനൊക്കെ ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഞാൻ ലൈനിങ്, കോട്ടൻ്റെ ലൈനിങ് മാത്രം കട്ട് ചെയ്യാനുള്ള കാണിച്ചിട്ട് ബാക്കി മെയിൻ ക്ലോത്തും അതുപോലെ തന്നെ ക്രേപ്പിൻ്റെ ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് ഞാനിതിൽ കാണിച്ചിട്ടില്ല, കട്ട് ചെയ്തിട്ടുള്ള ഭാഗമാണ് കാണിച്ചിട്ടുള്ളത്. ഇത്രയും പീസാണ് യോക്ക് പാർട്ടിലേക്ക് വേണ്ടത്. ഇനി സ്കർട്ട് പാർട്ട് എങ്ങനെ കട്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ യോക്ക് പാർട്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടില്ലല്ലോ. ഇപ്പോൾ 7.5 ഇഞ്ച് യോക്ക് പാർട്ട് വേണ്ടത്, 4.5 ഇഞ്ചാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കർട്ട് പാർട്ട് കട്ട് ചെയ്യുന്ന ടൈമിൽ 2.5 ഇഞ്ചും കൂടെ നമ്മൾ കൂട്ടിയിട്ട് യോക്ക് പാർട്ടിൽ നമ്മൾ എത്രയാണോ കുറച്ചത് അത് എന്ത് ചെയ്യണം, നമ്മൾ സ്കർട്ട് പാർട്ടിൽ കൂട്ടിയിട്ടെടുക്കണം. അത് ലൈനിങ്ങിലും അതുപോലെ തന്നെ മെയിൻ ക്ലോത്തിലും അത് ശ്രദ്ധിക്കണം. എന്നാലുള്ള കുട്ടികൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ലെങ്ത്ത് കിട്ടുള്ളൂ. അതാണ് നമ്മൾ ഇതിൽ രണ്ടിലും ശ്രദ്ധിക്കേണ്ടത്. യോക്ക് പാർട്ട് കുറച്ചത് സ്കർട്ട് പാർട്ടിൽ കൂട്ടിയെടുക്കുക. ഞാൻ പറയണത് എനിക്ക് മനസ്സിലാവുണ്ടാവും എന്ന് വിചാരിക്കണം. എനിക്ക് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തൊരു ശീലമൊന്നുമില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ സ്റ്റിച്ചിങ്ങൊക്കെ പറഞ്ഞു കൊടുത്തിട്ടൊരു വീഡിയോ ചെയ്യണത്. അപ്പോൾ ബാക്കി ഭാഗങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കുമെന്ന് വിചാരിക്കണം. സാധാരണ നോർമൽ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യണ പോലെ തന്നെ. ഇനി ഇതിൽ സംശയം വരാനൊന്നുമില്ല. ഇത് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ചെയ്തെടുത്തതാണ്. അതിൻ്റേതായിട്ടുള്ള കുഴപ്പങ്ങളൊക്കെ അതിലുണ്ടാവും. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് മനസ്സിലാക്കാം കേട്ടോ. എനിക്കിങ്ങനെയൊക്കെ അത്രയ്ക്കുള്ളൂ പറഞ്ഞു തരാൻ അറിയാം. അതുകൊണ്ടാണ്. പിന്നെ എന്തിനാ ഈ പണിക്ക് നിൽക്കണമെന്ന് ആരും വന്ന് ചോദിക്കരുത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു വീഡിയോ ഇട്ട ടൈമിൽ അതിൻ്റെ ഇടയിൽ കമൻ്റായിട്ട് 2-3 ആൾ എന്നോട് സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെ ചെയ്തെടുത്തെന്ന്. അതുപോലെ ഷോർട്സ് ഒക്കെ ഇൻസ്റ്റയിലിട്ട ടൈമിലൊക്കെ ഒരുപാട് ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഷോൾഡറും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ യോക്ക് പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി സ്കേർട്ട് പാർട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ യോക്ക് പാർട്ടിൻ്റെ സെൻറ്ററും അതുപോലെ തന്നെ സ്കേർട്ട് പാർട്ടിൻ്റെ സെൻറ്ററും കൂടെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു മുട്ടുസൂചി കുത്തി വെച്ചിട്ട്, ഇപ്പോൾ ഞാൻ ഇതിൽ കാണിക്കണ പോലെ മുട്ടുസൂചി കുത്തി കൊടുത്തിട്ട് നമ്മൾ 2 സൈഡിലും ഞെറിവിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 2 സൈഡിലും ഒരുപോലെ ഞെറിവ് കിട്ടും. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തെടുക്കാൻ നോക്കുക. ബിഗിനേഴ്സായ ആളുകളോടാണ് കേട്ടോ പറയണത്.
ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഞാൻ ഞെറിവൊക്കെ കൊടുത്തെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ ഞെറിവാണ് കൊടുത്തിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യുക, അതിൻ്റെ ലൈനിങ്ങും കൂടെ പിടിപ്പിക്കുക. ഫ്രണ്ടിലും ബാക്കിലും ലൈനിങ് പിടിപ്പിക്കുക. ഇതിൻ്റെ സൈഡ് രണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ പണി ഏകദേശം തീർന്നിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്യണം, ഒരു ബോ കൂടെ പിടിപ്പിച്ച് കൊടുക്കണം. അതുപോലെ തന്നെ സൈഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ പ്ലെയിൻ നെറ്റ് ആവുകൊണ്ട് തന്നെ താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കണില്ല. പക്ഷേ ലൈനിങ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഞാൻ റോളഡ് ഹെമ്മിങ് ആണ് ചെയ്തെടുക്കുന്നത്. അത് ഞാനിതിലൊന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഫ്രോക്കിൻ്റെ പരിപാടികളൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, താഴ്ഭാഗത്ത് നോർമൽ ഫൂട്ട് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഫൂട്ട് വെച്ചിട്ടാണ് റോളഡ് ഹെമ്മിങ് ചെയ്തെടുക്കുക. അപ്പോൾ ഹെമ്മിങ് കൂടി ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ സൈഡും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഫ്രോക്കിൻ്റെ വിശേഷങ്ങൾ. ഇനി ഇതിൻ്റെ ഫ്രണ്ട് പാർട്ടിൽ നമ്മളൊരു ബോ കൂടെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ പിടിപ്പിച്ച് കൊടുത്താൽ നമ്മൾ ഡ്രസ് കോഡിൽ ചെയ്ത ആ ഒരു സെയിം ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഫ്രോക്കിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രോക്ക്. നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫ്രോക്കിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.